എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമുക്കിതിന് 3 തരം പാനി ആവശ്യമുണ്ട്. ആദ്യത്തെ പാനി നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ആദ്യം വാളംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിന്നെ ഈന്തപ്പഴം ഒരു 5-6 ഈന്തപ്പഴം വേണം. ഇനി ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയത്. ഒരു പാനിലേക്ക് നമ്മുടെ പുളി എല്ലാം പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കുക. നല്ല കട്ടിയായി തന്നെ വേണം കേട്ടോ പുളി. ഈന്തപ്പഴവും പിന്നെ നമ്മുടെ ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കുക. കണ്ടോ, നല്ല തിക്ക് പരുവത്തിൽ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്കായിരിക്കും. ഇനി അതിൽ നിന്ന് ഒരു 3 ടീസ്പൂൺ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിൽ നിന്ന് തന്നെ വേറൊരു പാനിയും കൂടെ തയ്യാറാക്കാം. ആ മാറ്റി വെച്ചതിലേക്ക് നമ്മൾ ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുക. ഇനി പൊടിയായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ലയിപ്പിച്ചെടുക്കുക. ഇനി ഈ പാനി എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ എരിവുള്ള പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് വെക്കുക. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും 2 ടേബിൾ സ്പൂൺ പുളിവെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തതും റെഡിയായി. ഇനി അതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അതിനകത്തേക്ക് പൊടിപൊടിയായി അരിഞ്ഞ ഒരു വലിയൊരു സവാളയും ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ഇത്രയും ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. ഈ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൂരി തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ട് എന്നെ മേടിച്ചതാണ് കേട്ടോ, പാക്കറ്റായിട്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ആവട്ടോ. ഇത് 1 മിനിറ്റ് പോലും വേണ്ട. ഇത് പെട്ടെന്ന് ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാനിപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പൂരി എടുക്കുക, അത് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനീയങ്ങളും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ചട്നിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് 3ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ കടയിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന്റെ മുകളിൽ മിക്സ്ചറും നമുക്ക് ഇടാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പുതിയ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്